സൗദികളെ ജോലിക്ക് വെച്ചിട്ട് മക്തബ് അൽ നിന്ന് പരിശോധനയ്ക്ക് വരുന്ന സമയത്ത് ഈ സൗദികൾ ജോലിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ പല കമ്പനികളും കുടുങ്ങിയിരിക്കുകയാണ്. സൗദിയിൽ മക്തബ് അൽ വളരെ ശക്തമായ പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കമ്പനികളാണ് ഇതിൽ പ്രയാസപ്പെട്ടു നിൽക്കുന്നത്. ഇതിനുള്ള പരിഹാരം എന്ത് എന്നാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ജിദ്ദയിലെ എമറാൾഡിലാണ്. എമറാൾഡിൻ്റെ പ്രിയപ്പെട്ട CEO നാസർ ടിയൻപുരമാണ്. നാസർക്ക, എന്താണ് ഇപ്പോൾ ഈ പരിശോധന വളരെ ശക്തമാകാനുള്ള കാരണം? അതിനുള്ള പരിഹാരം എന്താണ്? സ്വാഭാവികമായിട്ടും നമ്മളുടെ കമ്പനിയിൽ സൗദി സ്റ്റാഫിന് ജോലിക്ക് വെക്കുന്നുണ്ട്. പക്ഷേ പല സൗദികളും ജോലിക്ക് വരുന്നില്ല. വരാത്ത സൗദികൾക്ക് ഇവർ തോന്നും എങ്ങനെയാണ് ഇത് പിടിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിപ്പോൾ ഈ കാലഘട്ടത്തിൽ പിടിക്കാൻ എളുപ്പമുണ്ട്. കാരണം മുമ്പത്തെ പോലെയല്ല. അപ്പോൾ ഇവർ ഇത് ചെക്ക് ചെയ്തതിന് ശേഷം എല്ലാ ഓഫീസുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും ഇവർ ചെക്കിങ്ങിന് വരുന്നുണ്ട്. വന്നതിന് ശേഷം ഈ സൗദികൾ ഇവിടെ ജോലിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം നമ്മൾ ബോധിപ്പിക്കണം. ഒന്നുകിൽ അവർ ലീവാണെങ്കിൽ അതിൽ ലീവിൻ്റെ എവിഡൻസ് കൊടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ മറ്റ് വീടുകളിൽ ഇരുന്നിട്ട് ഓൺലൈൻ വർക്കാണെങ്കിൽ അതിൻ്റെ എവിഡൻസ് നമ്മൾ കൊടുക്കണം. അല്ലാത്ത പക്ഷം ഭീമമായ സംഖ്യ ഫൈൻ അടിക്കുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഒരാൾക്ക് ഏതാണ്ട് 8,000 റിയാൽ എന്ന തോതിലാണ് ഫൈൻ അടിക്കുന്നത്. അപ്പോൾ കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ ഡബിളും ത്രിബിളും ആകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനുള്ള പോവഴി ഇത് കറക്റ്റ് നമ്മൾ പഠിച്ച് ഇതിന് ഒരു കൺസൾട്ടൻസിനെ സമീപിച്ച് നമ്മൾ ഇതിന് ലീഗൽ റൂട്ടിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാത്ത പക്ഷം നമുക്ക് വീണ്ടും നമുക്ക് ഫൈനുകൾ വന്നുകൊണ്ടിരിക്കും. ഞാൻ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിലോ? വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഓൺലൈൻ ജോലി ചെയ്യുന്ന എന്നുള്ള പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ട് അതിനുള്ള സിസ്റ്റം ഇപ്പോൾ നിലവിലുണ്ട്. അതങ്ങനെ ചെയ്യാവുന്നതാണ്. എപ്പോഴും പല ആളുകൾക്കും അറിവില്ലായ്മ സംഭവിക്കുന്നതാണ്. പക്ഷേ എങ്കിലും നമ്മൾക്ക് അറിവില്ലായ്മയാണെങ്കിൽ പോലും ഇതിന് എവിഡൻസ് കൊടുത്തിട്ട് ഒരു പരമാവധി നമുക്ക് ഇതിൻ്റെ ഫൈനിൻ്റെ ഒരു സംഖ്യ കുറക്കാൻ കഴിയുന്നുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം തീർച്ചയായിട്ടും നമ്മൾ ഒരു സൗദിനെ ജോലിക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. മെഡിക്കൽ ഇൻഷുറൻസും കൂടി എടുക്കണം. അത് നമ്മളുടെ ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ് ഏറ്റവും നല്ലത്. ചുരുക്കി പറഞ്ഞാൽ വ്യാജ സൗദിവൽക്കരണം പെടുകയും അത് പിടിക്കപ്പെടും. വ്യാജ സൗദിവൽക്കരണം അല്ല, ശരിക്കും സൗദി ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ അയാൾ ഓഫീസിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഉള്ള പരിഹാരമാണ് ഈ പറയുന്നത്. ഒക്കെ അല്ലേ? അതെ. പിന്നെ അത് മാത്രമല്ല, വേറെയും പല പ്രശ്നങ്ങളുണ്ട്. പല ആളുകളും ലൊക്കേഷൻ ക്ലിയർ അല്ല. ഒരു സൗദി ഒരു സ്പോട്ടിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിൽ മെൻഷൻ ചെയ്ത ലൊക്കേഷൻ കറക്റ്റ് അല്ലെങ്കിലും ഫൈൻ വരാനുള്ള സാധ്യത. അതായത് ജിദ്ദയിലാണ് രജിസ്റ്റർ ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ കമ്പനിയുടെ ബ്രാഞ്ച് ദമാമിലുണ്ടെങ്കിൽ റിയാദിലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ജോലി ചെയ്യണമെങ്കിലും പ്രശ്നമാണോ? അതെ. അത് അവിടെ ജോലിയായിട്ട് മെൻഷൻ ചെയ്യണം. കാരണം ഇപ്പൊ കറക്റ്റ് ലൊക്കേഷൻ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് വളരെ